ഹലോ ഓൾ, വെൽക്കം ടു ദിഷ അക്കാഡമി. അപ്പോൾ നമ്മൾ NTPCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ 2 സെക്ഷൻസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മുടെ മൂന്നാമത്തെ ക്ലാസ് ആണ്. അപ്പം 2 ക്ലാസ്സുകൾ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ലാസ്സുകൾ കാണുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്ത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ എപ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. You will never change your life until you change something you do daily. The secret of your success is founded in your daily routine. നമ്മുടെ ഡെയിലി റൂട്ടീൻ എത്രമാത്രം നമ്മുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യാൻ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പം നമ്മൾ ഡെയിലി ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായാലും അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട് ആയിരിക്കും. അപ്പോൾ ഡെയിലി കുറേശ്ശെ പഠിക്കാം. അപ്പോൾ നമുക്ക് യൂട്യൂബിൽ ഡെയിലി കുറേ സെക്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് പഠിക്കുക. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുമ്പോൾ ഫൈനലി നമുക്കൊരു 1 മന്ത് അല്ലെങ്കിൽ 2 മന്ത് കഴിയുമ്പം നിങ്ങൾക്ക് അതെല്ലാം കൂടെ ആലോചിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പഠിച്ചു എന്നുള്ള കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആവും. സോ ഡെയിലി റൂട്ടീൻ മാറ്റുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ചേഞ്ചസ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡെയിലി റൂട്ടീൻ മാറ്റുക. ഡെയിലി പ്രിപ്പയർ ചെയ്യുക. എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഡെയിലി പ്രിപ്പയർ ചെയ്യുക. ഒരു ദിവസവും സ്കിപ്പ് ചെയ്യാതിരിക്കുക കേട്ടോ. ഓരോ ദിവസവും കുറച്ച് കൂടുതലിലോട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ആദ്യത്തെ ദിവസം എത്ര പഠിക്കുന്നോ അതിനേക്കാൾ കുറച്ചും കൂടെ അധികം പഠിക്കാൻ നെക്സ്റ്റ് ഡേയിൽ ട്രൈ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു അപ്രോച്ചിൽ ഒരു ഡെയിലി റൂട്ടീൻ അങ്ങനെ ആക്കി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പം ഇന്നത്തെ കോട്ട് ഇതാണ്. നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിൻ്റെ സെക്ഷനിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ജോമെട്രി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആക്ച്വലി നമുക്ക് ട്രയാങ്കിൾസിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ അപ്ലൈ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ചോദ്യം ഇതാണ്. ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ABC എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. AD എന്ന് പറഞ്ഞൊരു ലൈൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ ആംഗിൾ 28 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ഈ ആംഗിൾ 60 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ഇഫ് AB by AC is equal to BD by DC, then angle ABC is. ആംഗിൾ ABC ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. ABC. ഈ ആംഗിൾ എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് തന്നേക്കുന്നത്? AB by AC. 2 സൈഡിൻ്റെ റേഷ്യോ ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ടല്ലോ. AB by ACയും ഈ 2 സൈഡിൻ്റെ റേഷ്യോ എന്തിന് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്? BD by DCക്ക് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. ഇതെന്തിൻ്റെ പ്രോപ്പർട്ടിയാണ്? AB by AC is equal to BD by DC ആവുന്നത് എപ്പോഴാണ്? അതറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ഞാൻ ഓപ്ഷൻസ് കൂടെ തരാം. 92 degree, 32 degree, 64 degree and 74 degree. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് 28 ഡിഗ്രി ആണ്, ഇത് 60 ഡിഗ്രി ആണ്. ഈ ആംഗിൾ B ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ AB by AC is equal to BD by DC. ഇത് എന്തിൻ്റെ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ആംഗിൾ ബൈസെക്ടർ തിയറം ആണ്. ആംഗിൾ ബൈസെക്ടർ തിയറം എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഒരു ട്രയാങ്കിളിൽ ഒരു ആംഗിളിൻ്റെ ബൈസെക്ടർ ഒരു ആംഗിൾ ബൈസെക്ടർ ഓപ്പോസിറ്റ് സൈഡിനെ മറ്റ് 2 സൈഡുകൾക്ക് പ്രപ്പോർഷണൽ ആയിട്ടായിരിക്കും കട്ട് ചെയ്യുന്നത്. ഓപ്പോസിറ്റ് സൈഡിനെ, അതായത് ABയും ACയും തമ്മിലുള്ള റേഷ്യോ തന്നെയായിരിക്കും BDയും DCയും തമ്മിലുള്ള റേഷ്യോ. അതാണ് ആംഗിൾ ബൈസെക്ടർ തിയറം പറയുന്നത്. ആംഗിൾ ബൈസെക്ട് ചെയ്യുന്നത് ഒരു 2 സൈഡ്സ് ചേരുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾ ബൈസെക്ടർ മൂന്നാമത്തെ സൈഡിനെ പ്രപ്പോർഷണൽ ആയിട്ടാണ്, അതിന് സൈഡ്സിന് പ്രപ്പോർഷണൽ ആയിട്ടായിരിക്കും കട്ട് ചെയ്യുന്നത്. അതാണ് ആംഗിൾ ബൈസെക്ടർ തിയറം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ 2 ആംഗിൾസ് ഈക്വൽ ആണെന്ന് മീനിങ് അല്ല. ഈ ആംഗിൾ 28 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ 28 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ആംഗിൾ ബൈസെക്ടറിൻ്റെ പ്രോപ്പർട്ടി അല്ലേ AB by AC is equal to BD by DC. സോ ഈ ആംഗിൾ 28 ആണെങ്കിൽ ഈ ആംഗിളും 28 ആയിരിക്കും. പിന്നെ ഈ ആംഗിൾ 60 തന്നിട്ടുണ്ട്. ഒരു ട്രയാങ്കിളിലെ ടോട്ടൽ ആംഗിൾ 180 ആണെന്ന് അറിയാമല്ലോ. ഒരു ട്രയാങ്കിളിലെ ടോട്ടൽ ആംഗിൾ 180 ആണ്. ഇത് 60 ആണെന്ന് മനസ്സിലായി. ഇത് 28 + 28 എത്ര വരും? 56 ഡിഗ്രി വരും അല്ലേ? 56 ഡിഗ്രി. സോ ഇത് എത്രയാണെന്നാണ് ചോദ്യം. എത്ര വരും? 60ഉം 56ഉം 64ഉം കൂടെ ആഡ് ചെയ്യുമ്പം എത്ര കിട്ടും? 180 കിട്ടും. അപ്പോൾ ടോട്ടൽ ആംഗിൾ 180 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ആംഗിൾ എത്ര വരണം? ഓപ്ഷൻ C 64 ഡിഗ്രിയാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ നമ്മളൊരു തിയറം പഠിച്ചു. ഒരു ട്രയാങ്കിളിൽ എന്താണ് നമ്മൾ പഠിച്ചത്? ഒരു ട്രയാങ്കിളിൽ ഒരു ആംഗിളിന് വരയ്ക്കുന്ന ബൈസെക്ടർ ഈ മൂന്നാമത്തെ സൈഡിനെ ഏത് റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റ് 2 സൈഡുകളുടെ അതേ റേഷ്യോ. ഇത് 1:2 ആണെങ്കിൽ ഇത് 1:2, ഇത് 2:3 ആണെങ്കിൽ ഇതും 2:3. മറ്റ് 2 സൈഡുകൾക്ക് പ്രപ്പോർഷണൽ ആയിട്ടായിരിക്കും കട്ട് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
സിംപ്ലിഫിക്കേഷനിലൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം റെയിൽവേ എക്സാംസിൻ്റെ സിംപ്ലിഫിക്കേഷൻ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ജസ്റ്റ് ബോർഡ് മാസ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു 2021 ഓഗസ്റ്റിൽ നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ മനസ്സിലായി കാണുമല്ലോ എത്ര സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമുക്ക് ചോദിക്കുന്നതെന്ന് മനസ്സിലായി കാണുമല്ലോ. ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും അല്ലേ? എല്ലാവരും ഒന്ന് ആൻസർ പറഞ്ഞേ. ഓപ്ഷൻ എ 8 ഉണ്ട്, ഓപ്ഷൻ ബി 17 ഉണ്ട്, ഓപ്ഷൻ ഡി 7/6 ഉണ്ട്, ഓപ്ഷൻ ഡി 16/3 ഉണ്ട്. 5 + 2 × 3 ഡിവൈഡഡ് ബൈ ബ്രാക്കറ്റിനകത്ത് 3 × 2 × 3 ആണ് വേണ്ടത്. എന്താ ബോർഡ് മാസ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് അല്ലേ? ബ്രാക്കറ്റ്സ് ഉണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യണം, ദെൻ ഓഫ്, ദെൻ ഡിവിഷൻ, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡീഷൻ, ദെൻ സബ്ട്രാക്ഷൻ. ഓക്കെ, അപ്പോൾ ബ്രാക്കറ്റ്സ് ഉണ്ട്, നമുക്ക് നോക്കാം. 5 + 2 × 3 ഡിവൈഡഡ് ബൈ 3 × 2 നമുക്ക് ആദ്യമേ ചെയ്യാം അല്ലേ? 3 × 2 എന്ത് വരും? 6 × 3. 3 × 2 അത് കാൽക്കുലേറ്റ് ചെയ്തു ഇൻറ്റു 3 വരും. ഇനി നോക്കി പ്ലസ് ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, ഡിവിഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. ആദ്യം ഇത് ചെയ്യണം, ഡിവിഷൻ ചെയ്യണം അല്ലേ? ആദ്യം ഇത് ചെയ്യണം, ഡിവിഷൻ ചെയ്യണം. 3 ഡിവൈഡഡ് ബൈ 6 ചെയ്യണം. 3 ഡിവൈഡഡ് ബൈ 6 എന്താ? 5 + 2 × 3 ഡിവൈഡഡ് ബൈ 6 1/2 ആണ് ഇൻറ്റു 3. ഇനി മൾട്ടിപ്ലിക്കേഷൻസ് ആദ്യം ചെയ്യാം. അപ്പോൾ ഈ 2 ഉം 2 ഉം ക്യാൻസൽ ആവും, ബാക്കി ഒരു 3 മാത്രമേ അവിടെ ഉള്ളൂ. സോ 5 + 3 ദാറ്റ് ഈസ് 8 എന്ന് കിട്ടും അല്ലേ? സോ ആൻസർ ഓപ്ഷൻ എയിലുണ്ടല്ലോ, ഓപ്ഷൻ എ 8. മനസ്സിലായല്ലോ? ഇതുപോലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലെ സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് എടുത്ത് നോക്കണം. എന്തെങ്കിലും ചെയ്യാൻ പറ്റാതുണ്ടോ, എല്ലാം സിമ്പിൾ അല്ലേ എന്ന് നോക്കണം കേട്ടോ. അങ്ങനെ ഓരോ ചാപ്റ്ററായിട്ട് വേണമെങ്കിലും എടുത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സോൾവ് ചെയ്ത് പഠിക്കണേ. അപ്പോൾ സിംപ്ലിഫിക്കേഷൻസിൻ്റെ ക്വസ്റ്റ്യൻ്റെ നമ്പേഴ്സ് കൂടുതലായിരുന്നു. ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു സിംപ്ലിഫിക്കേഷൻസ് ആണ് ചോദിക്കുന്നത്, ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഇൻട്രസ്റ്റിൽ നിന്നാണ്. An amount doubles itself in simple interest in 4 years. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഒരു എമൗണ്ട് ഡബിൾ ചെയ്യാൻ 2 ടൈംസ് ആവാൻ, ഇരട്ടിയാവാൻ 4 വർഷം എടുക്കുന്നു. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് പെർ ആനം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്? അങ്ങനെയാണെങ്കിൽ ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെർ ആനം, ഒരു വർഷത്തിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. നിങ്ങൾക്കറിയാലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു വർഷത്തിലാണ് പറയുന്നത് അല്ലേ? 50% എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ മീനിങ്? 100 രൂപയ്ക്ക് 50 രൂപ പലിശ ഒരു വർഷത്തേക്ക്. 25% എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? 100 രൂപയ്ക്ക് 25 രൂപ പലിശ കിട്ടും ഒരു വർഷത്തേക്ക്. 100 രൂപയ്ക്ക് 12.5 ആണോ? 100 രൂപയ്ക്ക് 100 ആണോ? എന്താണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. An amount doubles itself. ഡബിൾ ആവുന്നുണ്ട് അല്ലേ? ഒരു എമൗണ്ട് ഇട്ടത് നമ്മളൊരു പി എന്ന് പറഞ്ഞ ഒരു സം ബാങ്കിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് 2p ആയിട്ടാണ് കിട്ടുന്നത് അല്ലേ? 100 രൂപ ഇട്ടിട്ടുണ്ടെങ്കിൽ 200 രൂപ നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണെന്നാണ് ചോദ്യം. 4 വർഷത്തേക്കാണ് നമുക്ക് ഡബിളായി കിട്ടുന്നത്. നമ്പർ ഓഫ് ഇയേഴ്സ് തന്നിട്ടുണ്ട്. സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ബേസിക് ഇക്വേഷൻ എന്താ? സിമ്പിൾ ഇൻട്രസ്റ്റ് I = PNR/100 അല്ലേ? I = PNR/100 ആണ് ബേസിക് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ഞാൻ 100 രൂപ ബാങ്കിൽ കൊണ്ടുവന്നിടുവാണേ. ഞാൻ 100 രൂപ ബാങ്കിൽ കൊണ്ടുവന്നിടുക. അത് ഇരട്ടിയായെന്ന് പറഞ്ഞാൽ എനിക്ക് തിരിച്ച് കിട്ടിയത് 200 അല്ലേ? 100 രൂപ ഞാൻ ബാങ്കിൽ കൊണ്ടുവന്നിട്ടു. അപ്പോൾ എനിക്ക് ചെന്നപ്പോൾ തിരിച്ച് 200 രൂപ കിട്ടി. അതായത് എത്ര രൂപ ഇൻട്രസ്റ്റ് കിട്ടി? ഞാൻ ഇട്ടത് 100 രൂപയായിരുന്നു, ഒരു +100 ആണ് ഇൻട്രസ്റ്റ് ആയിട്ട് വന്നത് അല്ലേ? 100ൻ്റെ കൂടെ 100ഉം കൂടെ കൂട്ടുമ്പോഴാണല്ലോ 200 വരുന്നത് അല്ലേ? അപ്പോൾ 100 ഞാൻ ഇട്ട എമൗണ്ട് ആണ്, ഒരു 100 ഇൻട്രസ്റ്റ് ആയിട്ട് വന്നു. അങ്ങനെ എനിക്ക് 200 കിട്ടി. അപ്പം സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ്? 100 ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് 100 ആണ്. ഇട്ടതും എന്താണ്? 100 ആണ്. എത്ര വർഷത്തേക്കായിരുന്നു? 4 വർഷത്തേക്ക് ഇൻറ്റു R/100. 100ഉം 100ഉം ക്യാൻസൽ ആവും. R = 100 ഡിവൈഡഡ് ബൈ 4. ആൻസർ 25%. അപ്പോൾ ഡബിൾ ആവുന്നു, ട്രിപ്പിൾ ആവുന്നു, 4 ടൈംസ് ആവുന്നു, ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 100 റുപ്പീസ് ഇടുന്നു. 100 എടുത്തങ്ങ് ചെയ്താൽ മതി. പ്രിൻസിപ്പൽ എമൗണ്ട് 100 എടുത്ത് ചെയ്താൽ മതി. അപ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് 100 ആണെങ്കിൽ അത് ഡബിൾ ആവുമെന്ന് വെച്ചാൽ എമൗണ്ട് 200. അപ്പോൾ 100 ആണ് ഇൻട്രസ്റ്റ്. ട്രിപ്പിൾ ആവുന്നു എന്ന് വെച്ചാലോ? അപ്പോൾ 100 രൂപ ഞാൻ ഇട്ടപ്പോൾ ട്രിപ്പിൾ ആയെന്ന് വെച്ചാൽ 300 ആയി അല്ലേ? അങ്ങനെയാണ് ഇൻട്രസ്റ്റ് എത്ര വന്നേക്കുന്നത്? 200 ഇൻട്രസ്റ്റ് ആയിട്ട് വന്നു. ഒരു 100 ഇട്ട് 4 ടൈംസ് ആയി എന്ന് പറയാം. അപ്പോൾ 400 ആയി. അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടി എന്താ? 100 രൂപ ഞാൻ ഇട്ടതായിരുന്നു, ഒരു 300 രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടി. ക്ലിയർ ആണോ?
അപ്പോൾ അങ്ങനെ 100 ഇട്ട് ചെയ്താൽ മതി ഈ ടൈപ്പ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ. സോ ആൻസർ നമുക്ക് 25% കിട്ടും. 4 വർഷത്തേക്ക് 25% പലിശ നിരക്കിൽ നമുക്കൊരു തുക എന്തായി കിട്ടും? ഇരട്ടിയായിട്ട് കിട്ടും. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 cars cover a certain distance by moving at a speed of 45 km/h and 50 km/h respectively. Find the distance traveled when one car takes 32 minutes more than the other to cover the same distance. ഈ ടൈപ്പ് ഞാൻ എപ്പോഴും പറയാണ്, ഈ കൂടുതൽ ടൈം, ഇത്ര ടൈം കൂടുതൽ എടുക്കും, ആ ഒരു ടൈം ഡിഫറൻസ് തരുന്ന മറ്റേ ആളെക്കാളും 32 മിനിറ്റ് അധികം എടുക്കും, ആ ഒരു ടൈം ഡിഫറൻസ് തരുന്ന ക്വസ്റ്റ്യൻ ഇപ്രാവശ്യവും പ്രതീക്ഷിക്കാം. ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ഇപ്രാവശ്യവും എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ടൈം ആൻഡ് ഡിസ്റ്റൻസിലുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും ഈ ടൈം ഡിഫറൻസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. സോ ഓപ്ഷൻസ് 240/19, 152/13, 8/3 ആൻഡ് 240 കിലോമീറ്റേഴ്സ്. ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്, കിലോമീറ്റേഴ്സ് ആണ്. ക്വസ്റ്റ്യൻ ആദ്യം നന്നായിട്ട് മനസ്സിലാക്കുക. എന്തൊക്കെയാണ് ഗിവൺ ഡേറ്റാസ് നോക്കുക, ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെന്ന് നോക്കുക. ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ കുറേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു ടൈപ്പ് എന്ന് വെച്ചാൽ ആവറേജ് സ്പീഡ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു ടൈപ്പ് എന്ന് വെച്ചാൽ ഈക്വൽ ഡിസ്റ്റൻസ് കേസ്. ഈക്വൽ ഡിസ്റ്റൻസിൻ്റെ കേസായതും ഈക്വൽ ഡിസ്റ്റൻസിൻ്റെ കേസാണ്. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ടൈം ഡിഫറൻസ് ആണ് തന്നിരിക്കുന്നത്. ടോട്ടൽ ടൈം തരുന്ന ക്വസ്റ്റ്യനും ഉണ്ട്, ടൈം ഡിഫറൻസ് തരുന്ന ക്വസ്റ്റ്യനും ഉണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ഇവിടെ ടൈം ഡിഫറൻസ് ആണോ തന്നേക്കുന്നത്, ടോട്ടൽ ടൈം ആണോ തന്നേക്കുന്നത്, എന്താ തന്നേക്കുന്നത്? 45 km/h പോകുന്ന ഒരു കാറും ഉണ്ട്, 45 km/h ട്രാവൽ ചെയ്യുന്നുണ്ട്, 50 km/h ട്രാവൽ ചെയ്യുന്നുണ്ട്. രണ്ട് സ്പീഡുണ്ട്. 2 cars cover a certain distance. ഡിസ്റ്റൻസ് സെയിം ആണ്. രണ്ട് കാറും കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്താണ്? സെയിം ആണ്. ആ രണ്ട് കാറുടെയും സ്പീഡ് പക്ഷേ വ്യത്യസ്തമാണ്. ഒരാൾ 45 km/h ആ ഡിസ്റ്റൻസ് കവർ ചെയ്യുമ്പം മറ്റേ കാറ് 50 km/h ആ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരേ സമയത്ത് എത്തത്തില്ല അല്ലേ. ഒരു 50 km/h പോകുന്ന കാർ എത്തിക്കഴിഞ്ഞിട്ടേ 45 km/h പോകുന്ന കാറ് എത്തത്തോളൂ അല്ലേ. അപ്പോൾ എത്ര സമയം കഴിഞ്ഞാൽ എത്തിയ? 32 മിനിറ്റിൻ്റെ വ്യത്യാസം ഉണ്ട് അല്ലേ. ഒരു കാറിന് 32 മിനിറ്റ് അധികം എടുത്തു. ഏത് കാറിനായിരിക്കും? 45 km/h ട്രാവൽ ചെയ്യുന്ന കാറ് 32 മിനിറ്റ്സ് അധികം എടുത്തു. ഓക്കെ, 32 മിനിറ്റ്സ് എക്സ്ട്രാ ട്രാവൽ ചെയ്യാൻ എടുത്തു. അപ്പോൾ ആ ടൈം ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഒരു സ്പീഡ് S1 45 km/h, അടുത്ത സ്പീഡ് S2 50 km/h. ദെൻ ഒരു ടൈം ഡിഫറൻസ് തന്നിട്ടുണ്ട്. 32 മിനിറ്റ്സ്. രണ്ട് സ്പീഡും ടൈം ഡിഫറൻസും തന്നാൽ, രണ്ട് സ്പീഡും അവർ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയത്തിൻ്റെ വ്യത്യാസവും തന്നാൽ, ദൂരം തുല്യമാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് D = പ്രോഡക്റ്റ് ഓഫ് സ്പീഡ് ബൈ ഡിഫറൻസ് ഇൻ സ്പീഡ് ഇൻറ്റു ടൈം ഡിഫറൻസ്. ഈ ഇക്വേഷൻ അങ്ങ് അപ്ലൈ ചെയ്താൽ മതി. എന്തൊക്കെ തന്നിരുന്ന? രണ്ട് സ്പീഡ് തരും. ആ രണ്ട് സ്പീഡിലും സഞ്ചരിക്കുന്ന ദൂരം തുല്യമായിരിക്കും. ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ മാത്രം. ആ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? പ്രോഡക്റ്റ് ഓഫ് സ്പീഡ്, ആ സ്പീഡ് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യാം. ദെൻ ഡിഫറൻസ് ഇൻ സ്പീഡ്. വലിയ സ്പീഡിൽ നിന്ന് ചെറിയ സ്പീഡ് കുറച്ച് എഴുതിയാൽ മതി. മൈനസ് ഒന്നും എഴുതണ്ട. 45 9 ആണ് 50 - 45 ഇൻറ്റു ടൈം ഡിഫറൻസ്. എന്ന് പറയുമ്പോൾ ടൈം ഡിഫറൻസ് തന്നിരുന്ന ടൈം ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് സ്പീഡ് ബൈ ഡിഫറൻസ് ഇൻ സ്പീഡ് ഇൻറ്റു ടൈം ഡിഫറൻസ്. അപ്പോൾ ഇവിടെ എന്ത് വരും? 45 × 50 ഡിവൈഡഡ് ബൈ 50 - 45 എത്ര? 5 ആണ്. ഇൻറ്റു ടൈം ഡിഫറൻസ് എഴുതുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഇത് km/h ഇതും km/h അല്ലേ. സ്പീഡ് തന്നിരിക്കുന്നത് km/h ടൈം എഴുതുമ്പോഴും എന്തിലായിരിക്കണം? അവറിലായിരിക്കണം, മണിക്കൂറിലായിരിക്കണം. അപ്പോൾ 32 മിനിറ്റ്സിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? മണിക്കൂറിലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ എന്ത് വരും? 32 ഡിവൈഡഡ് ബൈ 60. മണിക്കൂറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ, മിനിറ്റിനെ മണിക്കൂറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഡിവൈഡഡ് ബൈ 60 ആണ് കേട്ടോ. മിനിറ്റിനെ അവറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഡിവൈഡഡ് ബൈ 60. നമുക്ക് ആ കാൽക്കുലേഷൻ ഒന്ന് നോക്കാം. 5 ക്യാൻസലായിട്ട് ഇവിടെ ഒരു 10 ബാക്കിയുണ്ട്. 50യും 5 കൂടെ ക്യാൻസൽ ചെയ്താൽ ഒരു 10 ഉണ്ട്. സോ 10ൽ ഈ 0യും ക്യാൻസൽ ചെയ്തു. ഓക്കെ, ദെൻ 6ൽ നിന്ന് ഒരു 3 കട്ട് ചെയ്തു, 2 വന്നു. 45ൽ നിന്ന് ഒരു 3 കട്ട് ചെയ്താൽ 15 വരും. 2ഉം 32
കട്ട് ചെയ്യുമ്പോൾ 16 വരും. 16 ഇൻറ്റു 15 അല്ലേ, 15 ഇൻറ്റു 16 വരുന്നത്. 15നെ 16 കൊണ്ട് മൾട്ടിപ്ലൈ എന്ത് ചെയ്താൽ മതി, 30നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, 240 കിലോമീറ്റർ. ഇതൊരു ഷോർട്ട് ട്രിക്കാണ്. 15 ഇൻറ്റു 16 5ൽ അവസാനിക്കുന്ന ഒരു നമ്പറും ഒരു ഈവൻ നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാനുണ്ടെങ്കിൽ 5ൽ അവസാനിക്കുന്ന നമ്പറിൻ്റെ ഡബിളും എടുക്കുക, ആ ഈവൻ നമ്പറിൻ്റെ പകുതി എടുക്കുക, ദെൻ മൾട്ടിപ്ലൈ ചെയ്യാം. 15 ഇൻറ്റു 16 ചെയ്തതിന് പകരം 15ൻ്റെ ഡബിൾ 30, 16ൻ്റെ ഹാഫ് 8, സോ 30 ഇൻറ്റു 8. പിന്നെ ഇവിടെ 15ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ പ്രോഡക്റ്റ് ഓഫ് സ്പീഡ് 45 ഇൻറ്റു 50, ഡിഫറൻസ് ഇൻ സ്പീഡ് 5, ടൈം ഡിഫറൻസ് 32/60. ഇത് കുറച്ചുകൂടി എളുപ്പത്തിൽ കട്ട് ചെയ്യാം. 15 കൊണ്ട് ഇവിടെ കട്ട് ചെയ്താൽ 3, 15 കൊണ്ട് ഇവിടെ കട്ട് ചെയ്താൽ 4, 4 32 കൂടെ കട്ട് ചെയ്താൽ 8, 5 50 കൂടെ കട്ട് ചെയ്താൽ 10, 8 ഗുണം 3 24, ഒരു 10 കൂടെ കൊണ്ട് ഗുണിക്കുമ്പോൾ 240. അപ്പോൾ എത്ര സിമ്പിൾ ആക്കാൻ പറ്റും. 15 കൊണ്ടുള്ള കട്ടിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ 15ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളൊക്കെ പഠിക്കണമെന്ന് പറയുന്നതിനാണ്. 15 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിളെങ്കിലും മിനിമം നിങ്ങൾ പഠിച്ചിരിക്കണം. ഏറ്റവും മിനിമം 15 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിളെങ്കിലും പഠിച്ചിരിക്കണം. അപ്പോൾ കാൽക്കുലേഷൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സോ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 240 കിലോമീറ്റർ, 240 കിലോമീറ്റർ ആണ് ആൻസർ. അപ്പോൾ രണ്ട് സ്പീഡും ടൈം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് സ്പീഡ് ബൈ ഡിഫറൻസ് ഇൻ സ്പീഡ് ഇൻറ്റു ടൈം ഡിഫറൻസ് ആണ് ഇക്വേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് SSC റെയിൽവേ എക്സാംസിന് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ കോഴ്സസ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ദിശ ഓൺലൈൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാതെ മതി. അതിൽ നമ്മുടെ കോഴ്സുകളും കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അവൈലബിൾ ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഈ യൂട്യൂബ് സെക്ഷൻ്റെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പേഴ്സിൽ വിളിച്ചാൽ മതി. ഓൺലൈൻ ക്ലാസ്സുകളെ പറ്റിയും ഓഫ്ലൈൻ ക്ലാസ്സുകളെ പറ്റിയൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ ടൈം ആൻഡ് വർക്ക് എന്ന് പ്രീവിയസ് ഇയർ ചോദിച്ചതാണ്. ഇതെല്ലാം 2021 ഓഗസ്റ്റ് മാസത്തിൽ നടന്ന NTPC എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് സിമ്പിളാണ്. ക്വസ്റ്റ്യൻസ് സിമ്പിളാണെന്ന് ചോദിച്ചിട്ട് NTPCക്ക് ഇത്രയും സിമ്പിൾ ചോദിക്കുമോ? സിമ്പിൾ ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. പക്ഷേ നിങ്ങൾക്ക് അറിയാമല്ലോ, ടൈമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഏറ്റവും കുറഞ്ഞ ടൈം കൊണ്ട് ചെയ്യണം, അല്ലെങ്കിൽ സമയം കിട്ടത്തില്ല. അങ്ങനെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളായിരുന്നു NTPC എക്സാമിന്. ക്വസ്റ്റ്യൻസ് എല്ലാം അത്യാവശ്യം എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. വലിയ ടഫ് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലായിരുന്നു. ഓക്കെ, അടുത്ത ടൈം ആൻഡ് വർക്ക് എന്നുള്ള ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ക്വസ്റ്റ്യൻ ആദ്യം വായിക്കുക, കറക്റ്റായിട്ട് മീനിങ് മനസ്സിലാക്കുക, എന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ടൈം ആൻഡ് വർക്ക് എന്നുള്ള ക്വസ്റ്റ്യൻ. A can complete a piece of work in 24 days. He worked for 21 days and then B finished the remaining work in 5 days. In how many days A and B together can finish the work? Options: option A 45, option B 40, option C 15 days, option D 24 days. A ഒരു വർക്ക് ചെയ്യാൻ 24 ദിവസം എടുത്തു അല്ലേ. A can do a piece of work in 24 days. He worked for 21 days. അയാൾ എത്ര ദിവസം വർക്ക് ചെയ്തു? 21 ദിവസം വർക്ക് ചെയ്തു. Then B finished the remaining work in 5 days. 21 ദിവസം A വർക്ക് ചെയ്തിട്ട് A അങ്ങ് പോയി അല്ലേ. ബാക്കി വർക്ക് B എത്ര ദിവസം കൊണ്ടാണ് ഫിനിഷ് ചെയ്ത്? 5 ദിവസം കൊണ്ട്. അങ്ങനെയാണെങ്കിൽ Aയും Bയും കൂടെ ഒരുമിച്ച് ഈ വർക്ക് ചെയ്യാൻ എത്ര ദിവസം എടുക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കേ, A ഒരു വർക്ക് ചെയ്യാൻ 24 ദിവസം എടുത്തു അല്ലേ. A ഒരു വർക്ക് ചെയ്യാൻ 24 ദിവസം എടുക്കും. അപ്പോൾ ഒരു ഫുൾ വർക്ക് Aക്ക് ചെയ്യാൻ 24 ദിവസം എടുക്കണം. അതുപോലെ തന്നെ Bക്ക് ആ ഫുൾ വർക്ക് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? Bക്ക് ഈ സെയിം വർക്ക് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? അതിനുള്ള ഡേറ്റ നിങ്ങൾ നോക്കിയേ. 21 ദിവസം A വർക്ക് ചെയ്തതിന് ശേഷം ഇനി ഒരു 3 ദിവസത്തെ വർക്കും കൂടെ അല്ലേ ഉള്ളത്. കാരണം 24 ദിവസം കൊണ്ട് A വർക്ക് കംപ്ലീറ്റ് ചെയ്തേനെ. അപ്പം 3 ദിവസത്തെ വർക്കും കൂടെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് A പോയത്. അപ്പോൾ A 3 ദിവസം കൊണ്ട് ചെയ്യുന്ന വർക്കാണ് B 5 ദിവസം കൊണ്ട് ചെയ്തത്. കറക്റ്റ് അല്ലേ? A 3 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കേണ്ട വർക്കാണ് B ഒറ്റയ്ക്ക് 5 ദിവസം കൊണ്ട് ചെയ്തത്. ഒന്നുകൂടെ പറയാം, A 24 ദിവസം കൊണ്ടൊരു വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അതിൽ 21 ദിവസം കഴിഞ്ഞാൽ ബാക്കി ഒരു 3 ദിവസത്തെ വർക്ക് ഉണ്ടായിരുന്നു. A 3 ദിവസം കൊണ്ട് ചെയ്യേണ്ട വർക്ക് B 5 ദിവസം കൊണ്ട് ചെയ്തു. അപ്പോൾ A 3 ദിവസം കൊണ്ട് ചെയ്യേണ്ട വർക്കാണ് B 5 ദിവസം കൊണ്ട് ചെയ്തത്. അപ്പോൾ ഫുൾ വർക്ക് എന്ന് പറയുമ്പോൾ A 24 ദിവസം കൊണ്ട് ചെയ്യേണ്ട വർക്കാണ് അല്ലേ. A 24 ദിവസം കൊണ്ട് ചെയ്യേണ്ട വർക്ക് അപ്പം B എത്ര ദിവസം കൊണ്ട് ചെയ്യും? A 3 ദിവസം കൊണ്ട് ചെയ്യുന്ന വർക്ക് B 5 ദിവസം കൊണ്ട്.
3 ഇൻറ്റു 8 24. 3യുടെ 8 ടൈംസ് 24. അപ്പോൾ 3യുടെ 8 ടൈംസ് വർക്ക് ചെയ്യാൻ ബിക്ക് 5ൻ്റെ 8 ടൈംസ് എടുക്കും അല്ലേ, 40 ഡേയ്സ് എടുക്കും. ക്ലിയർ ആണോ? അപ്പോൾ എക്ക് വർക്ക് ചെയ്യാൻ 24 ദിവസം എടുക്കും, ബിക്ക് വർക്ക് ചെയ്യാൻ 40 ദിവസം എടുക്കും. അങ്ങനെയാണ് എക്കും ബിക്കും കൂടെ ചേർന്ന് വർക്ക് ചെയ്യാൻ എത്ര ദിവസം എടുക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ടൈം ആൻഡ് വർക്കിൻ്റെ ബേസിക് കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. നമ്മൾ LCM മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എ 24 ദിവസം കൊണ്ട് ചെയ്യുന്ന വർക്ക് ബി 40 ദിവസം കൊണ്ട് ചെയ്യുന്നു എന്ന് മനസ്സിലായി. അങ്ങനെയാണ് എയും ബിയും കൂടെ ചേർന്ന് ആ വർക്ക് ചെയ്യാൻ എത്ര ദിവസം എടുക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിലെ 40 എന്നുള്ള ഡേറ്റ നമ്മൾ കണ്ടുപിടിച്ചത് സ്റ്റെപ്സ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. 3 ദിവസം കൊണ്ട് എ ചെയ്യുന്ന വർക്ക് 5 ദിവസം കൊണ്ട് ബി ചെയ്യുമ്പോൾ 24 ദിവസം കൊണ്ട് എ ചെയ്യുന്ന വർക്കിന് 40 ദിവസം എടുക്കും കറസ്പോണ്ടിങ് ആയിട്ട് അല്ലേ. അപ്പോൾ ഇനി ഒരു വർക്ക് അസ്യൂം ചെയ്യാം. 24 ഉണ്ട്, 40 ഉണ്ട്. ഇതിൻ്റെ ഒരു LCM എടുത്താൽ വർക്കായി. ഡേയ്സ് തന്നിരുന്നിട്ട് വർക്ക് കണ്ടുപിടിക്കാൻ LCM എടുത്താൽ മതി. സോ നമുക്കിവിടെ 4 പുറത്തെടുക്കാം, 6, 10, 2 പുറത്തെടുക്കാം, 3, 5. അപ്പോൾ 3 ഇൻറ്റു 4 12, 5 ഇൻറ്റു 2 10, 120 കിട്ടും വർക്ക്. 120 വർക്കാണുള്ളത്. എക്ക് എത്ര ദിവസം എടുക്കും? 24 ദിവസം. ബിക്ക് എത്ര ദിവസം എടുക്കും? 40 ദിവസം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 40 ഇൻറ്റു 3 ആണ് 120. അപ്പോൾ ബിയുടെ എഫിഷ്യൻസി കിട്ടി 3. അങ്ങനെയാണെങ്കിൽ എയുടെ എഫിഷ്യൻസി എത്ര കിട്ടും? 24 ഇൻറ്റു 5 ആണ് 120. 24 ഇൻറ്റു 5 ആണ് 120. അപ്പോൾ എയുടെ എഫിഷ്യൻസി 5 ആണ്, ബിയുടെ എഫിഷ്യൻസി 3 ആണ്. എയുടെ എഫിഷ്യൻസി 5 ആണ്, ബിയുടെ എഫിഷ്യൻസി 3 ആണ്. അങ്ങനെയാണെങ്കിൽ എയും ബിയും കൂടെ ചേർന്ന് ആ വർക്ക് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 8 ദിവസം എടുക്കും. മനസ്സിലായോ? എ ഒരു വർക്ക് ചെയ്തു 5 വർക്ക്, ബി ഒരു വർക്ക് ചെയ്തു 3 വർക്ക്. അപ്പോൾ രണ്ടുപേരും കൂടെ ചേർന്ന് എത്ര വർക്ക് ചെയ്തു? 8 വർക്ക് ചെയ്തു. ഇത് എഫിഷ്യൻസി ആണ്, ഒരു ദിവസം ചെയ്യുന്ന വർക്കാണിത്. എ ഒരു ദിവസം 5 വർക്ക് ചെയ്താൽ ബി ഒരു ദിവസം 3 വർക്ക് ചെയ്യും. രണ്ടുപേരും കൂടെ ചേർന്നാണെങ്കിലോ എ 5 ചെയ്യും, ബി 3 ചെയ്യും. അങ്ങനെ ടോട്ടൽ 8 വർക്ക് ചെയ്യും. സോ 120/8 ആണ് എ പ്ലസ് ബി വർക്ക് ചെയ്യാൻ എടുക്കുന്ന ടൈം. 120/8. സോ 4 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 2, 30, 30ൻ്റെ പകുതി 15. സോ ആൻസർ 15 ഡേയ്സ്. 15 ദിവസം കൊണ്ടാണ് ഈ വർക്ക് കംപ്ലീറ്റ് ആവുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ടൈം ആൻഡ് വർക്കിൻ്റെ ഒറ്റ ബേസിക് കോൺസെപ്റ്റും അറിയാത്ത ഒരാൾക്ക് ഇപ്പം ഇതൊന്നും മനസ്സിലായി കാണില്ല. അപ്പോൾ ആദ്യം എ ഒരു വർക്ക് ചെയ്യാൻ ഇത്ര ദിവസം, ബി ഒരു വർക്ക് ചെയ്യുക, അങ്ങനെ എയും ബി ഒരുമിച്ച് എത്ര വർക്ക് ചെയ്യുക, കുഞ്ഞു കുഞ്ഞു ടൈപ്പ് ക്വസ്റ്റ്യൻ, ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3, അങ്ങനെ ഓരോ ടൈപ്പായിട്ട് പഠിക്കണം. എഫിഷ്യൻസി മെത്തേഡ് എന്താണെന്ന് അറിയണം. അപ്പോൾ ടൈം ആൻഡ് വർക്കിൻ്റെ ഒക്കെ ബേസിക് സെക്ഷൻസ് നമ്മുടെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഒന്ന് കണ്ട് നമ്മുടെ ക്ലാസ്സുകളിൽ നിന്ന് കണ്ട് പഠിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ ഒന്നുകൂടെ നോക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തേക്ക് നമുക്ക് ജോമെട്രി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് കൂടെ തരാം. ജോമെട്രി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC. ഈ ട്രയാങ്കിൾ ABCയുടെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. AB 16 തന്നിട്ടുണ്ട്, AC 20 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ട്രയാങ്കിൾ ABCയുടെ ഏരിയ കണ്ടുപിടിക്കണം. ഓപ്ഷൻ 32 cm², 160 cm², 320 cm² ആൻഡ് 240 cm². ജോമെട്രിയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, ഒരു സർക്കിളിനകത്താണ് നമ്മുടെ ട്രയാങ്കിൾ ഇരിക്കുന്നത് അല്ലേ. ABC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ നമ്മുടെ ഒരു സർക്കിളിനകത്തായിരിക്കുന്നത്. ആ ട്രയാങ്കിളിൻ്റെ ആ ഒരു പൊസിഷൻ വെച്ചിട്ട് ആ ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിൾ ആണെന്ന് പറയാൻ പറ്റുമോ? നോക്കേ, ആ ട്രയാങ്കിൾ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന ഒരു സൈഡ് ഉണ്ട് അല്ലേ. O എന്ന് പറയുന്നത് സർക്കിളിൻ്റെ സെൻറ്ററാണ്. ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് പാസ് ചെയ്യുന്നത് അതിൻ്റെ സെൻറ്ററിലൂടെയാണ് അല്ലേ. സർക്കിളിൻ്റെ സെൻറ്ററിലൂടെയാണ് ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് പാസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് എന്ത് ട്രയാങ്കിളാണ്? ആക്ച്വലി ഇതൊരു ഹാഫ് സർക്കിളാണ്. ഹാഫ് സർക്കിളിനകത്ത് വരുന്ന ട്രയാങ്കിൾ, അതായത് സർക്കിളിൻ്റെ ഡയമീറ്ററും ട്രയാങ്കിളിൻ്റെ ഒരു സൈഡും സെയിം ആണ്. സർക്കിളിൻ്റെ ഡയമീറ്ററും ട്രയാങ്കിളിൻ്റെ ഒരു സൈഡും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഉറപ്പിച്ചു ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായോ?
ഒരു ഹാഫ് സർക്കിളിനകത്ത് വരയ്ക്കുന്ന ട്രയാങ്കിൾ എപ്പോഴും ഒരു 90 ഡിഗ്രി ട്രയാങ്കിൾ ആയിരിക്കും. ഇത് ഹാഫ് സർക്കിളിനകത്ത് വന്നേക്കുന്ന ട്രയാങ്കിളാണ്. അതായത് ഡയമീറ്ററും സൈഡും, ഒരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡും ഡയമീറ്ററും സെയിം ആണ്. കാണുന്നുണ്ടല്ലോ, അത് സെൻറ്റർ ആണ്. അപ്പോൾ അത് സെയിം ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതൊരു 90 ഡിഗ്രി ട്രയാങ്കിളാണ്. 90 ഡിഗ്രി ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാലോ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് BH, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് BH ആണ്. സോ എന്ത് വരും? ഹാഫ് ഇൻറ്റു ഇത് ബേസ്, ഇത് ഹൈറ്റ് അല്ലേ. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയുമ്പം ആ 90 ഡിഗ്രിയുടെ പോർഷൻ, ഇത് ബേസ് ഇത് ഹൈറ്റും ആണെങ്കിൽ ഹാഫ് BH ആണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഏരിയ. അപ്പോൾ ഇത് ബേസ് ഇത് ഹൈറ്റ്. അപ്പോൾ ഇതൊരു ഹാഫ് ഇൻറ്റു 16 ഇൻറ്റു 20 എന്ന് വരും. സോ 2ഉം 16ഉം കൂടെ കട്ട് ചെയ്യുമ്പം 8. സോ 160 സെൻറ്റിമീറ്റർ സ്ക്വയർ, 160 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിട്ട് 160. ഓപ്ഷൻ ബി വരുവേ, 160 സെൻറ്റിമീറ്റർ സ്ക്വയർ. ക്ലിയർ ആണോ? അപ്പോൾ ജോമെട്രിയിൽ ഇതുപോലെ കുറച്ച് പ്രോപ്പർട്ടീസ് അറിഞ്ഞിരിക്കണം. ഇതുപോലെ സർക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് വഴി സൈക്ലിക് കോഡ്രിലാറ്ററൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതൊക്കെ നമുക്ക് NTPCക്ക് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു ട്രയാങ്കിൾ വെച്ച് ഇതുപോലെ കോഡ്രിലാറ്ററൽ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. സൈക്ലിക് കോഡ്രിലാറ്ററൽ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ ജോമെട്രി ആദ്യം കുറച്ച് ബേസിക് കോൺസെപ്റ്റ്സ് പഠിക്കാനുണ്ട്. അത് പഠിച്ചതിന് ശേഷം മാത്രം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലോട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ജോമെട്രി പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. ആദ്യം ടോപ്പിക് വൈസ് പഠിക്കണേ. ഓരോ ടോപ്പിക് വൈസ് ആദ്യം ക്ലിയർ ആയിട്ട് പഠിക്കണം. എങ്കിലും നമുക്ക് ഈ എക്സാമിൻ്റെ ഒരു പാറ്റേൺ അറിയാൻ, എക്സാമിന് ഏത് ലെവൽ വരെയുള്ള ക്വസ്റ്റ്യൻസ് വരും എന്നൊക്കെ അറിയാനാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ സെക്ഷൻസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്, സിംപ്ലിഫിക്കേഷൻ്റെ ക്വസ്റ്റ്യനാണ്. സിലബസിൽ പ്രത്യേകം പറയുന്നുണ്ട് സിംപ്ലിഫിക്കേഷൻ, നമ്പർ സിസ്റ്റം, ഡെസിമൽസ്, ഫ്രാക്ഷൻ സിലബസിൽ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ ഡെസിമൽ എന്നൊരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. സ്ക്വയർ റൂട്ട്, ക്യൂബ് റൂട്ട് ഒക്കെ നമ്മുടെ സിലബസിൽ പറയുന്നതാണ്. അതുകൊണ്ട് ആ ടൈപ്പ് എന്നൊരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കും. സിംപ്ലിഫൈ 4 ഇൻറ്റു, ഫോർത്ത് റൂട്ട് അല്ല കേട്ടോ, അതൊരു കൺഫ്യൂഷൻ ഒരുപാട് പേർക്ക് വന്നു. ഫോർത്ത് റൂട്ടാണ് എങ്ങനെയായിരിക്കും എന്നറിയാമോ എഴുതുന്നത്? ഇങ്ങനെ എഴുതും. 4 ഇൻറ്റു ആണെങ്കിൽ ഇങ്ങനെ എഴുതും. ഇതിപ്പോൾ 4 ഇൻറ്റു ആണ്, കാരണം ഇവിടെ അല്ല 4 വന്നേക്കുന്നത്. അത് മനസ്സിലായോ? ഇവിടെ എന്താണ് അപ്പം? 4 ഇൻറ്റു ആണ്. 4 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 0.000081. ആദ്യം നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് ദിസ് വൺ കണ്ടുപിടിക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? 4 ഇൻറ്റു 81ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ 9 ആണ്. പിന്നെ ഇവിടെ 2 സീറോസ് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, 9ൻ്റെ സ്ക്വയർ എത്രയാണ്? തിരിച്ചാലോചിക്കാം. 9ൻ്റെ സ്ക്വയർ എത്രയാണ്? 81 ആണ് അല്ലേ? അപ്പോൾ 0.9ൻ്റെ സ്ക്വയർ എന്ത് വരും? 9ൻ്റെ സ്ക്വയർ 81 ആണ്. 0.9ൻ്റെ സ്ക്വയർ എന്ത് ചെയ്യും? ഒരു നമ്പറിൽ ഒരു ഡെസിമൽ പ്ലേസേ ഉള്ളെങ്കിൽ, ഡെസിമൽ കഴിഞ്ഞ് ഒരു പ്ലേസേ ഉള്ളെങ്കിൽ അതിൻ്റെ സ്ക്വയറിനകത്ത് 2 പ്ലേസ് വരും. ദാറ്റ് ഈസ് 0.81. ഇവിടെ ഡെസിമൽ കഴിഞ്ഞ് ഒരു സ്ഥാനം ഉള്ളെങ്കിൽ ഇവിടെ ഡെസിമൽ കഴിഞ്ഞ് 2 എണ്ണം വരും. ഇനി 0.09ൻ്റെ സ്ക്വയർ ആണെങ്കിലോ, 0.09ൻ്റെ സ്ക്വയർ ആണെങ്കിലോ എന്ത് വരും? 9ൻ്റെ സ്ക്വയർ 81 ആണ്. ഇവിടെ ഡെസിമൽ കഴിഞ്ഞ് 2 പ്ലേസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഡെസിമൽ കഴിഞ്ഞ് 4 പ്ലേസ് വരും. സോ 0.0081, 4 പ്ലേസ് വന്നു കണ്ടോ. ഇനി 0.009ൻ്റെ സ്ക്വയർ ആണെങ്കിലോ, ഇവിടെ ഒരെണ്ണം ഉണ്ടെങ്കിൽ അവിടെ 2, ഇവിടെ 3 എണ്ണം ഉണ്ട് അല്ലേ? ഇവിടെ 3 എണ്ണം ഉണ്ടെങ്കിൽ അവിടെ എത്ര എണ്ണമാവും? 6 എണ്ണം വരണം. അപ്പോൾ 0.000081. അതല്ലേ ഇത്? ഇവിടെ 6 പ്ലേസ് ഉണ്ട് ഡെസിമൽ കഴിഞ്ഞ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ 4 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 0.000081 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 0.009 വരും. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 ഇൻറ്റു 4 36 ആണ്. ഇവിടെ ഡെസിമൽ കഴിഞ്ഞ് 3 പ്ലേസ് ഉണ്ട്. അപ്പോൾ ഇവിടെയും ഡെസിമൽ കഴിഞ്ഞ് 3 പ്ലേസ്. സോ 0.036 എന്ന് വരും. ആൻസർ ഓപ്ഷൻ ഡി 0.036. ഓപ്ഷൻ ഡി 0.036 എന്ന് വരും. ക്ലിയർ ആണോ? അപ്പോൾ ഡെസിമൽ പ്ലേസും അഡ്ജസ്റ്റ് ചെയ്യുന്നത് തിരിച്ചാലോചിക്കാം. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചാലോചിക്കുന്നത്, ഇവിടെ ഡെസിമൽ കഴിഞ്ഞ് 6 പ്ലേസ് ഉണ്ടെങ്കിൽ ആൻസറിനകത്ത് 3 പ്ലേസേ വരൂ. സോ 4 ഇൻറ്റു 3 പ്ലേസ് ഉള്ള ആൻസർ എന്ന് പറഞ്ഞാൽ 0.009 ആണ്. മനസ്സിലായോ? 0.009. 4 ഇൻറ്റു
0.009. സോ ഇനി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 36 ആണ്. പക്ഷേ ഇവിടെ ഡെസിമൽ കഴിഞ്ഞ് 3 സ്ഥാനം ഉണ്ടായിട്ട് ഇവിടെയും ഡെസിമൽ കഴിഞ്ഞ് 3 എണ്ണം വേണം. മൾട്ടിപ്ലിക്കേഷൻ്റെ മെത്തേഡ് അതാണ്. അപ്പോൾ ഡെസിമൽസ് നമ്പേഴ്സിൻ്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സ്ക്വയർ റൂട്ട്, ക്യൂബ് റൂട്ട് ഇതെല്ലാം പഠിക്കണം കേട്ടോ. സോ ആൻസർ ഓപ്ഷൻ ഡി 0.036. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. If the circumference and area of a circle are numerically equal, then radius of the circle is. സർക്കംഫറൻസും ഏരിയയും ന്യൂമറിക്കലി ഈക്വൽ ആണെങ്കിൽ ആ സർക്കിളിൻ്റെ റേഡിയസ് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 4 യൂണിറ്റ്സ്, ഓപ്ഷൻ ബി 2 യൂണിറ്റ്സ്, ഓപ്ഷൻ സി 16 യൂണിറ്റ്സ്, ഓപ്ഷൻ ഡി 1 യൂണിറ്റ്സ്. നമുക്ക് നോക്കാം. സിമ്പിളൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം സർക്കിളിൻ്റെ സർക്കംഫറൻസിൻ്റെ ഇക്വേഷൻ എല്ലാവർക്കും അറിയാം, ഏരിയയുടെ ഇക്വേഷനും എല്ലാവർക്കും അറിയാം. എന്താണ് സർക്കിളിൻ്റെ സർക്കംഫറൻസിൻ്റെ ഇക്വേഷൻ? സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ഈസ് ഈക്വൽ ടു 2πr. ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? ഏരിയ ഓഫ് എ സർക്കിൾ ഈസ് ഈക്വൽ ടു πr². സർക്കംഫറൻസും ഏരിയയും ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് റേഡിയസിൻ്റെ വാല്യൂ കിട്ടും. ഒന്ന് കണ്ടുപിടിച്ച് നോക്കേ. 2πr ഇസ് ഈക്വൽ ടു πr² ആണ്. അങ്ങനെയാണെങ്കിൽ ഏരിയ എന്ത് വരും? റേഡിയസ് എന്ത് വരും? ഇവിടെ പൈയും ക്യാൻസൽ ചെയ്യാം. ഈ ഒരു ആറും ഈ സ്ക്വയറും ക്യാൻസൽ ആയി. ഇവിടെ 6 × 6 ഉണ്ട്. അപ്പോൾ അതിൽ ഒരു 6ഉം ഇവിടുത്തെ 6ഉമായിട്ട് കട്ടായി. സോ റേഡിയസ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? 2. 2 യൂണിറ്റ്സ്. സെൻറ്റിമീറ്റർ ആണെങ്കിൽ സെൻറ്റിമീറ്റർ, മീറ്റർ ആണെങ്കിൽ മീറ്റർ. യൂണിറ്റ്സ് ഏതാണെന്ന് പറഞ്ഞിട്ടില്ല. സോ 2 യൂണിറ്റ്സ് എന്ന് പറയാം അല്ലേ. അപ്പം ഇതും പണ്ട് മുതലേ ചോദിക്കുന്ന ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. പണ്ട് മുതൽക്ക് ചോദിക്കുന്ന സർക്കംഫറൻസും ഏരിയ ഈക്വൽ ആണെങ്കിൽ റേഡിയസ് എന്താണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ടൈപ്പ്, ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയയും മറ്റേതിൻ്റെ മീൻസ് സിലിണ്ടറിൻ്റെ ഏരിയയും അങ്ങനെ 3Dയിൽ വെച്ചിട്ട് സിലിണ്ടർ കോണും വെച്ചിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, ഇക്വേറ്റ് ചെയ്തിട്ട് ക്യാൻസൽ ചെയ്ത് ചെയ്യേണ്ട രീതിയിൽ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി. ഓപ്ഷൻസ് കൂടെ പറയാം. ചില റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ്റെ ക്വസ്റ്റ്യൻസ് ഭയങ്കര പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഈവൻ നമുക്കൊരു പ്രോബ്ലം ഒരു സ്റ്റെപ്പ് പോലും എഴുതാതെ ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഒരു ടൈപ്പായത്. 2 നമ്പേഴ്സ് വിത്തിൻ സെക്കൻഡ്സ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. ആദ്യം നിങ്ങൾ നോക്കുമ്പോൾ ഇത്രയും ടൈം എടുക്കുമല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ പ്രാക്ടീസ് ചെയ്ത ഒരാൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനാണ്. ആദ്യം ക്വസ്റ്റ്യൻ മനസ്സിലാക്കി. 2 numbers are in the ratio 3:2. 2 numbers are in the ratio 3:2. If 8 and 6